ഭാര്യയുടെയും മക്കളുടെയും കയ്യിൽ പിടിച്ചിട്ട് ഈ ദുനിയാവിൽ ഒരു കൂരയ്ക്ക് കീഴിൽ കഴിഞ്ഞതിനേക്കാൾ സന്തോഷത്തോടെ നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാ മോഹമുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീട് മാറേണ്ട ഒന്നാമത്തത് എങ്ങനെയെന്നറിയുമോ? നമ്മുടെ വീടിനകത്ത് വേണ്ട ഒന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിന്റെ ഭർത്താവിനെ നിനക്കൊന്ന് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയെ ആത്മാർത്ഥമായിട്ട് നിനക്കൊന്ന് സ്നേഹിക്കാൻ കഴിയുമോ? പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തു നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ നാളെ സ്വർഗത്തിലും നിങ്ങൾ ഒരുമിച്ചാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവർ ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ കഴിയുമോ? നിങ്ങളുടെ ജീവിതം എങ്ങനെ സന്തോഷത്തിലാണ്, നിങ്ങളുടെ ജീവിതം എങ്ങനെ സന്തോഷത്തിലാണെന്ന് പറയാൻ കഴിയുമോ? അഭിനയമാണല്ലോ. സിനിമാ താരങ്ങളെയും സീരിയൽ നടിമാരെ പോലും വെല്ലുന്ന രീതിയിൽ മക്കളുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ, കുടുംബക്കാരുടെ മുന്നിൽ ഞങ്ങൾ പരസ്പരം വല്ലാത്ത സ്നേഹത്തിലാണെന്ന് ബോധിപ്പിക്കാൻ ഞാനും നിങ്ങളും ഇങ്ങനെ ജീവിതം ഇങ്ങനെ അഭിനയിച്ചു തീർക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടിയാ? എന്റെ പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടിയാ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇന്ന് ഭർത്താവിന്റെ മുന്നിൽ ഭാര്യയ്ക്ക് രഹസ്യങ്ങൾ പറയാ പേടിയാ. ഭർത്താവിനോട് മനസ്സ് തുറന്നിട്ട് സംസാരിക്കാൻ ഇന്ന് പെണ്ണിന് വല്ലാത്ത പേടിയാ. ഭർത്താവിന്റെ രഹസ്യങ്ങള് ഭാര്യയോട് പറയാ ഭർത്താവിനും വല്ലാത്ത പേടിയാ. കാരണം എന്റെ പ്രിയമുള്ളവര്, വിവാഹം കഴിഞ്ഞ് 30-40 കൊല്ലമായവരുണ്ട്, 3-4 മക്കളെ പ്രസവിച്ചവരുണ്ട്, ഒരുമിച്ചാണ് കിടക്കുന്നത്, ഒരുമിച്ചാണ് ഉറങ്ങുന്നത്, ഒരു പുതപ്പിന്റെ കീഴിൽ ഒരു പുതപ്പിന്റെ കീഴിൽ പരസ്പരം തൊലികൾ ചേർന്ന് കിടക്കുന്നവരാ. പക്ഷേ ഭർത്താവിന്റെ മനസ്സിലുള്ളിൽ ഭാര്യയോട് ആത്മാർത്ഥമായി സ്നേഹമില്ല. ഭാര്യയുടെ മനസ്സിന്റെ ഉള്ളില് ഭർത്താവിന് ആത്മാർത്ഥമായി സ്നേഹമില്ല. എന്റെ പ്രിയമുള്ളവരെ, അഭിനയിക്കുമ്പോൾ ഭർത്താവിന് ഭാര്യയോട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ സമയമില്ലല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 1400 വർഷങ്ങൾക്ക് മുമ്പ് 40-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകർ ഗാർ സൗർ എന്ന് പറയുന്ന ഗുഹയ്ക്കകത്തിരിക്കുമ്പോ അതാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ 1-ാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലാഹുവിനോട് പരിശുദ്ധമായ ഖുർആനിന്റെ 1-ാമത്തെ ആയത്ത് ഓതിയിട്ട് ജിബ്രീൽ പറയുന്നു, ഓതി നബിയേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിനക്ക് ഓതാൻ അറിയില്ല. എന്റെ പ്രിയമുള്ളവരെ, ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ശരീരം വേദനിപ്പിക്കുകയാ. എന്നിട്ട് ഓതാൻ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഖുർആൻ ഓതുകയാണ്. എന്നിട്ട് 40-ാമത്തെ വയസ്സിൽ പേടിച്ച് വിറച്ചുകൊണ്ട് ആ ഉയരമുള്ള പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ നിന്ന് വിറയ്ക്കുന്ന ശരീരത്തോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഓടിയത് എവിടേക്കെന്നറിയുമോ? കുടുംബക്കാരുടെ മുന്നിലല്ല, കൂട്ടുകാരുടെ മുന്നിലല്ല. അല്ലാഹുവിന്റെ റസൂൽ ഓടിയത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ, തന്നെക്കാലം പ്രായമുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ പോയി കിടന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സമ്മിലൂനി യാ ഖദീജ, എന്നെ ഒന്ന് പുതപ്പിക്ക് ഖദീജ, എന്നെ ഒന്ന് പുതപ്പിക്ക് ഖദീജ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് പുതപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുഴുവനും ചോദിക്കുകയാണ്. നടന്നത് മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തപ്പോ
ഒരു ഭാര്യ എങ്ങനെയാകണമെന്നറിയുമോ? ഒരു ഭാര്യ എങ്ങനെയാകണമെന്നറിയുമോ? അല്ലാഹുവേ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഇടത് കൈ കൊണ്ട് തന്റെ ഭർത്താവിനെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് വലത് കൈയെടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിലെ മുടികൾക്കിടയിലൂടെ കൈ കൊണ്ടിങ്ങനെ തലോടിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, വല്ലാഹി മാ യുഖ്ഫീകല്ലാഹു അബദാ. ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ. എന്തേ പറഞ്ഞതെന്നറിയുമോ? പേടിച്ച് പറച്ച് കിടക്കുന്ന ഭർത്താവിനോട് അവിടെ നിന്ന് പറയുന്നു, നബിയേ, അല്ലാഹു കൈവിടില്ല നബിയേ, അങ്ങയുടെ റബ്ബങ്ങളെ കൈവിടൂല നബിയേ, പേടിക്കല്ലേ എന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആലുവ മാർക്കറ്റില് അല്ലെങ്കിൽ പെരുമ്പാവൂര് മാർക്കറ്റില് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വൈകുന്നേര സമയത്ത് തളർന്ന ശരീരവുമായി വേർത്തുലച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് കുത്തുവാക്ക് പറയുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളെ, പരിഹസിക്കുന്ന പെങ്ങള്, അല്ലാഹുവേ, ആയിഷ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ എന്തൊരു സ്നേഹമായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന് 11 ഭാര്യമാരുണ്ട്. 11 ഭാര്യമാരുണ്ട്. പ്രവാചകൻ ഖദീജ മരിച്ചാലും മറന്നിട്ടില്ല. ഖദീജാനെ കുറിച്ച് പറഞ്ഞ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ കരയുമായിരുന്നു. എന്തു പറഞ്ഞാലും ഖദീജയാ. മറ്റുള്ള ഭാര്യമാർക്ക് മുഴുവനും ദേഷ്യം തോന്നും, അതുപോലെ ഖദീജാനെ പറയുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഭാര്യയുടെ മനസ്സ് തുറക്കേണ്ടത് ഭർത്താവിന്റെ മുന്നിലാ. ഭർത്താവിന്റെ മനസ്സ് തുറക്കേണ്ടത് ഭാര്യയുടെ മുന്നിലോ. ഇന്ന് രഹസ്യങ്ങൾ പങ്കുവെക്കാറില്ല. എന്റെ പ്രിയമുള്ളവരെ, അഭിനയിച്ച് അഭിനയിച്ച് അല്ലാഹു തന്ന ആയുസിങ്ങനെ എരിച്ചു കളയുന്ന മുസ്ലിമേ, നമ്മളിങ്ങനെ അധപ്പതിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഭാര്യ. ചില പെണ്ണുങ്ങൾ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാറുണ്ട്, നിങ്ങളാണ് എന്റെ ജീവിതം തുലച്ചത്, നിങ്ങളാണ് എന്റെ ജീവിതം തുലച്ചത്. എങ്ങനെ കഴിയുന്നു പെണ്ണ്, എങ്ങനെ കഴിയുന്നു പെണ്ണ്? നിനക്ക് കുടുംബ ജീവിതത്തിന്റെ വിലയറിയുവോ? നിനക്ക് കുടുംബ ജീവിതത്തിന്റെ മഹത്വം അറിയുവോ? എന്റെ പ്രിയമുള്ള പെങ്ങന്മാർക്ക് എന്ത് പറഞ്ഞാലും പരാതിയോ, അവർക്ക് എന്ത് ചെയ്താലും പരാതിയാണ്. ഭക്ഷണം വെച്ചാ പരാതിയോ, മക്കളെ നോക്കിയാ പരാതിയോ, വീട് നോക്കിയാ പരാതിയോ, മാതാപിതാക്കളെ നോക്കിയാ പരാതിയോ. എന്റെ പ്രിയമുള്ള പെങ്ങള്, ഇങ്ങനെ പറയാനുള്ള കാരണം നിനക്ക് കുടുംബ ജീവിതത്തിന്റെ മഹത്വം അറിയാതെട്ടാ. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിക്കാറ്, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിക്കാൻ ആണിനും പെണ്ണിനും ഇന്ന് മടിയല്ലേ? എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോനെ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കണോ? ഈ വഅദിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ, പടച്ചറപ്പേ, നിന്റെ വീട് സ്വർഗമാകണോ മോനെ? സന്തോഷമുള്ള വീടാകണോ? സമാധാനമുള്ള വീടാകണോ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് പെയ്തിറങ്ങണോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇന്ന് വഅദ് കഴിഞ്ഞ് വിടന്ന് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു നിനക്ക് ഇണയാക്കി തന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോനെ, ആത്മാർത്ഥമായി ആത്മാർത്ഥമായി പടച്ച റബ്ബിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് നീ നിന്റെ ഭാര്യയുടെ മുഖത്തേക്കൊന്ന് നോക്കിയാ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും മോനെ. ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കിയാൽ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് പെയ്തിറങ്ങുകയോ. നിന്റെ വീട് സ്വർഗമാവുകയോ, നിന്റെ വീട് സ്വർഗമാവുകയോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യില് സ്നേഹത്തോടെ ഇന്ന് പിരിഞ്ഞ് വീട്ടിലേക്ക്
നിന്നപ്പോ മണിയറയ്ക്കകത്തേക്ക് കിടക്കുമ്പോ അല്ലാഹു എനിക്ക് തന്ന എന്റെ ഭാര്യ സ്നേഹത്തോടെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാ നീ എപ്പോഴും പറയുമല്ലോ ഉസ്താദേ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, എവിടെയാണ് കഴുകിക്കളയേണ്ടത്, എവിടെയാണ് കഴുകിക്കളയേണ്ടത്? അല്ലാഹുവേ പുതുവർഷം തുടങ്ങുകയാ ചെറുപ്പക്കാരാ, ഇന്ന് ന്യൂയറാമോര്, മുസ്ലിമീങ്ങളുടെ ന്യൂയർ ഇന്നാമോര്. കഴിഞ്ഞ ഒരു വർഷക്കാലം ചെയ്ത പാവങ്ങൾ മുഴുവനും, കഴിഞ്ഞ ഒരു വർഷക്കാലം ചെയ്ത പാപങ്ങൾ മുഴുവനും നിനക്ക് കഴുകിക്കളയടോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഏതെങ്കിലും ഒരു ഭർത്താവ് സ്നേഹത്തോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ ആ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ അല്ലാഹു അവന്റെ പാപം പൊറുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് മസ്ജിദ് നബവിയിലിരുന്ന് പ്രസംഗിക്കുകയാണ്. അവിടെന്ന് പറഞ്ഞു, സഹാബാ, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിക്കകത്തേക്ക് ഒരു കവള് വെള്ളം ഒഴിച്ചു കൊടുത്താ അവന് നാളെ സ്വർഗത്തിലെ വെള്ളം കിട്ടും. സഹാബാ, പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. ചെറുപ്പക്കാരനായ സൗബാൻ എന്ന് പറയുന്ന സഹാബി ഇറങ്ങി ഓടുകയാ. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. എവിടേക്കാണ് ഓടുന്നത്? ഓടി തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് വെള്ളം കോരിയിട്ട് ഭാര്യയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുമ്പോ ആ പെണ്ണ് ചോദിക്കുന്നു, സൗബാന്, നിങ്ങൾക്ക് എന്തേ ഭ്രാന്ത് പിടിച്ചോ? നിങ്ങൾ എന്നെ കൊല്ലാൻ പോവുകയാണോ? അവിടെ നിന്ന് പറഞ്ഞു, പെണ്ണ്, ഏതെങ്കിലും ഒരു ഭർത്താവ് സ്നേഹത്തോടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിലേക്ക് ഒരു കവള് വെള്ളം ഒഴിച്ചു കൊടുത്താ അവന് നാളെ സ്വർഗത്തിലെ വെള്ളം കിട്ടും. പെണ്ണ്, ആ പ്രതിഫലം വാങ്ങാനുള്ള കൊതി കൊണ്ടാ, ആ പ്രതിഫലം കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടാ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് ഇണയാക്കി തന്ന നിന്റെ ഭാര്യ അവൾ ഇന്ന് ഗ്ലാമറെല്ലാം നഷ്ടപ്പെട്ടല്ലോ, അവൾക്ക് പ്രായമായല്ലോ, വീടിനകത്ത് കിടന്ന് ജോലി ചെയ്ത് അവളുടെ സൗന്ദര്യം മുഴുവനും നഷ്ടപ്പെട്ടപ്പോ നിനക്കവളെ വേണ്ട എന്ന് തോന്നുന്നു. റസൂലുള്ള പറയുന്നു, പൊന്നുമോനെ, ഏതെങ്കിലും ഒരു ഭർത്താവ്, അല്ലാഹുവേ, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് നോക്കിയൊന്ന് ചിരിച്ചാ, സ്നേഹത്തോടെയൊന്ന് നോക്കിയാ പടച്ച റബ്ബ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പടച്ച റബ്ബ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്ന് വഅദ് കടിഞ്ഞ് പിരിഞ്ഞുപോയി നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് ആ പാവപ്പെട്ടവളെ മണിയറയുടെ രാത്രി നോക്കിയതുപോലെ സന്തോഷത്തോടെയൊന്ന് നോക്കിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലം നാളെ ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ സുബഹി കഴിയുമ്പോ വിളിച്ചു പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറഞ്ഞു ഈ നാട്ടുകാര് മുഴുവൻ നിന്നെ അവസാനമായൊന്ന് കാണാൻ വരുമ്പോ എന്റെ പ്രിയമുള്ള ഉപ്പ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആ പുഞ്ചിരി അപ്പോഴും നിന്റെ മുഖത്തുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് കുടുംബജീവിതത്തിൻ്റെ വില. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ആണുങ്ങൾക്ക് അള്ളാഹു തരുന്നത്. പെണ്ണുങ്ങൾക്ക് എപ്പോഴും പരാതിയാണ്, എന്ത് ചെയ്താലും പരാതി. ചില പെണ്ണുങ്ങൾ വീടിൻ്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവരാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 6 വിഭാഗം പെണ്ണുങ്ങൾ വീടിൻ്റെ ബർക്കത്തും നന്മയും നഷ്ടപ്പെടുത്തുന്നവരാ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ ആ വിഭാഗത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. നിന്റെ വീട്ടിൽ സമാധാനമില്ല, സന്തോഷമില്ല, എത്ര കിട്ടിയാലും മതി വരുന്നില്ല. കാരണമെന്തേ? 6 വിഭാഗം പെണ്ണുങ്ങൾ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 6 വിഭാഗം പെണ്ണുങ്ങൾ ഏതാണെന്നറിയണോ? ആഗ്രഹമുള്ള ഭർത്താക്കന്മാരെന്ന് കൈവക്കിക്കുക, അതൊന്ന് കേൾക്കാൻ. ഇന്ന് വീട്ടിൽ ചെന്നിട്ട്
ഇന്ന് വീട്ടിൽ ചെന്നിട്ട് അടിയാ, പെണ്ണുമ്പിള്ളയെ പിടിച്ചു നിർത്തിയിട്ട് പറയും, അങ്ങാര് പറഞ്ഞ 6 സ്വഭാവവും നിനക്കൊണ്ട് നന്നായിക്കും. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ 6 സ്വഭാവമുള്ള ഭാര്യമാരുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാൻ, അല്ലാതെ അടിക്കാനല്ല. ഈ പറയുന്ന ദുസ്വഭാവങ്ങൾ നിന്റെ ഭാര്യയ്ക്കുണ്ടെങ്കിൽ നീ തിരുത്തി കൊടുക്കണം. എൻ്റെ പെങ്ങന്മാർക്കുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണം. ചില പെണ്ണുങ്ങൾ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, നിങ്ങളാണ് എൻ്റെ ജീവിതം തൊലച്ചത്. എങ്ങനെ കഴിയണി? ഇവർക്ക് എന്ത് ചെയ്താലും പരാതിയാണ്. എന്ത് വെച്ചാലും ഭക്ഷണം ഉണ്ടാക്കി തരുന്നതിന് പോലും പരാതി പറയുന്ന പെണ്ണുങ്ങളുണ്ട്. അള്ളാഹു ഇവർക്ക് ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന പ്രതിഫലം അറിയും. നിനക്ക് നിന്റെ വിലയറിയില്ല, അതാ മനസ്സിലാക്കേണ്ടത്. നിനക്ക് നിന്റെ മഹത്വം എന്താ, അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനെ കാണിക്കണേ. എന്തിനും കുറ്റവും പരാതിയും. വീട്ടിലേക്ക് കയറി വരുമ്പോൾ മക്കളെക്കുറിച്ച്, ഭർത്താവിൻ്റെ ഉമ്മയെക്കുറിച്ച്, പെങ്ങളെക്കുറിച്ച്, വാപ്പയെക്കുറിച്ച്, അയൽവാസിയെക്കുറിച്ച് വരുന്നത് പോലെ തിരിച്ചു പോകാൻ ആഗ്രഹിക്കണേ. ചില ചെറുപ്പക്കാർക്ക് വീട്ടിൽ 10 മണിയായി പോകുന്നില്ലേ, ഇത്തിരി കൂടെ കഴിയട്ടെ ഉസ്താദെ, അങ്ങോട്ട് പോയാൽ എങ്ങനാ? വൈകിട്ട് വീട്ടിൽ പോയാൽ നേരം വെളുത്താൻ മതി, ഇറങ്ങിപ്പോകാൻ സമാധാനമില്ല. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരു മനുഷ്യൻ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഹജ്ജിന് പോകുകയാണ്, എൻ്റെ ഭാര്യ ഹജ്ജിന് പോകുന്നു, ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു, നിങ്ങൾ പോണില്ലേ? ഞാൻ പോണില്ല, ഞാൻ അടുത്ത വർഷമേ പോകുന്നുള്ളൂ. അപ്പം ഇയാൾക്ക് നല്ല ആരോഗ്യമുണ്ട്, ചെറുപ്പക്കാരനാ, ഒരുപാട് സമ്പത്തുണ്ട്. എന്നാൽ ഇയാൾ ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ഞാൻ ചോദിച്ചു, നിങ്ങൾ പോകാത്തതിൻ്റെ കാരണം എന്തേ? ഒന്നുമില്ല ഉസ്താദ്. ഞാൻ പറഞ്ഞു, ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചല്ലേ പോകേണ്ടത്? ഇല്ല, അവൾ ആദ്യം പോയിട്ട് വരട്ടെ, ഞാൻ അടുത്ത വർഷമേ പോകുന്നുള്ളൂ. ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്താണെന്നൊന്ന് അറിയണമെന്നൊരു ആകാംക്ഷ തോന്നി. ഞാൻ പിന്നെയും ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉസ്താദെ ഹജ്ജെന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യാൻ കിട്ടുന്ന വലിയൊരു ഭാഗ്യ, ഫറലല്ലേ. അപ്പോൾ ഇവളെയും കൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, ഇവൾ ആദ്യം പോയി ചെയ്തിട്ട് വരട്ടെ, പിന്നെ ഞാൻ പോകുന്നുള്ളൂ. കാരണം അവിടെ പോയി കിടന്ന് അടിയുണ്ടാക്കാൻ വയ്യാത്തണ്ടാന്ന്. അവിടെ പോയി കിടന്ന് അടിയുണ്ടാക്കാൻ വയ്യ. അതുകൊണ്ട് ഇവൾ ആദ്യം ചെയ്തിട്ട് വരട്ടെ, ഞാൻ അടുത്ത വർഷം പോകാം. ഇത് തന്നെ നമ്മുടെ ഭാര്യമാരും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരോട്, മക്കളെ കെട്ടിച്ചു കൊടുക്കുന്ന വീട്ടിൽ, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അടിയുണ്ടാക്കി പിണങ്ങി വീട്ടിലേക്ക് വന്ന് നിൽക്കുന്ന പൊന്നുമോളോട് വാപ്പാ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു കൊടുക്കാൻ അള്ളാന്റെ റസൂൽ ഒരു ഉപദേശം പറഞ്ഞു തരികയാണ്. എൻ്റെ പ്രിയമുള്ള പെങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂല് നിനക്ക് പറഞ്ഞു തരികയാ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരു ദിവസം തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. വീടിൻ്റെ വെളിയിൽ നിന്ന് സലാം പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂല് വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഗോതമ്പ് പൊടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആട്ടുകല്ലിൻ്റെ ചുവട്ടിലിരുന്ന് ഗോതമ്പ് പൊടിക്കുകയാണ്. അള്ളാന്റെ റസൂല് വിശേഷം ചോദിച്ചപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുകയാണ്. ഫാത്തിമ ബീബി ഇരുന്ന് കരയുകയാ. അള്ളാന്റെ റസൂല് ചോദിച്ചു, ഫാത്തിമ, ഉപ്പാന്റെ പൊന്നുമോൾ എന്തിനാ കരയുന്നത്? ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ നേരെ അതാ 2 കയ്യും ഇങ്ങനെ നീട്ടി കാണിച്ചിട്ട് പറയുന്നു, വാപ്പാ, ഈ കല്ല് പിടിച്ചിട്ട് അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്തിട്ട് എൻ്റെ കൈ പൊട്ടിയിട്ട് രക്തം വരുന്നു വാപ്പാ. ആരോടാ പറയുന്നത്? ലോകത്ത് ഒരു ഉപ്പയും ഇതുപോലെ ഒരു മകളെ സ്നേഹിച്ചിട്ടില്ല, ഇനി ഖിയാമത്ത് നാൾ വരെ സ്നേഹിക്കുകയുമില്ല. കാരണം എൻ്റെ കരളിന്റെ കഷ്ടമാണെന്നാ റസൂലുള്ള പറഞ്ഞത്. ആ പൊന്നുമോള് രഥാ കൈപൊട്ടികെട്ട് രക്തമൊലിക്കുന്ന കൈയെടുത്ത് കാണിച്ചിട്ട് പരാതി പറഞ്ഞപ്പോ പതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങളെ, അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ചേർത്ത് പിടിച്ചിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ,
അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പാതിരാത്രി വയത് കേൾക്കാൻ ഒഴുകിയെത്തിയ പെങ്ങളെ, നിന്റെ ഭർത്താവ് 1 കിലോ അരി വാങ്ങിയിട്ട് വീട്ടിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ചോറ് വെക്കാൻ നിന്റെ കയ്യിലേക്ക് വെച്ച് തരികയാ. ആ സമയത്ത് കുത്തുവാക്ക് പറയാതെ, പരിഹസിക്കാതെ, കളിയാക്കാതെ ഇതെന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി അത് വാങ്ങിയിട്ട് അടുക്കളയിൽ പോയി കഴുകി ശുദ്ധിയാക്കി ചോറ് വെച്ച് നിന്റെ ഭർത്താവിന്റെ മുന്നിൽ കൊണ്ടുവച്ചാ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലമറിയുമോ? 1 അരിമണിക്ക് പകരം, 1 ചോറിന് പകരം അള്ളാഹു നിന്റെ 10 നന്മ അള്ളാഹു നിനക്ക് എഴുതുകയാ. മലക്കുകൾ 10 നന്മ നിനക്ക് എഴുതുകയാണ്. 10 തിന്മകൾ അള്ളാഹുവേ മായിച്ചു കളയുകയാ. 1 മണിച്ചോറിന്റെ പ്രതിഫലമാണ്, 1 അരിയുടെ പ്രതിഫലമാണ്. 10 നന്മകൾ അല്ലാഹുവേ മലക്കുകൾ നിനക്ക് എഴുതുകയാ. 10 പാപങ്ങൾ അല്ലാഹുവേ പുറത്തു തരികയാണ്. എന്നിട്ട് എൻ്റെ പ്രിയമുള്ള പെങ്ങന്മാര്, പടച്ചവനെ എമ്മയ്ക്കും ഡിഗ്രിക്കുമൊക്കെ പഠിച്ച പെണ്ണുങ്ങള്, അടുക്കളയിൽ കിടന്ന് എൻ്റെ ജീവിതം തുലഞ്ഞെന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. ഈ വീടിൻ്റെ അടുക്കളയ്ക്കകത്ത് കിടന്നാട് എൻ്റെ സൗന്ദര്യം മുഴുവനും നഷ്ടപ്പെട്ടു പോയതെന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. നിനക്കല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? അടുക്കളയിലെ നട്ടുച്ച സമയത്ത് അടുപ്പിന്റെ ചുവട്ടിൽ കിടന്നിട്ട് ഉരുകുമല്ലോ. നിന്റെ ശരീരം വിയർത്തിട്ട് വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകുമല്ലോ. തുടക്കല്ലേ പെണ്ണ്, തുടക്കല്ലേ പെണ്ണ്. ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ശരീരം വിയർത്താൽ 1 തുള്ളി വിയർപ്പ് താഴെ വീടാ നരകത്തിന്റെയും നിന്റെ ശരീരത്തിന്റെ ഇടയില് മലക്കുകൾ 7 കിടങ്ങ് കുഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നരകത്തിന്റെ തീ നിന്നെ തൊടൂല പെങ്ങള്. അല്ലാഹുവേ, പ്രസവ വേദന സഹിച്ചവരുണ്ടല്ലോ. ഉസ്താദേ, പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. ചുമ്മാ അതല്ലല്ലോ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, ഒരുമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോ, ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോ ആ ഉമ്മയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ ശരീരത്തിൽ എവിടെയല്ല എത്ര രോമങ്ങളുണ്ടോ, ഓരോ രോമത്തിനും അല്ലാഹു നിനക്ക് നന്മ എഴുതുകയാ. നിന്റെ ശരീരത്തിലെ ഓരോ രോമത്തിന് പകരം അല്ലാഹു നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാ. മക്കളെയും ചുമന്നുകൊണ്ട് വയലിന്റെ സദസ്സിൽ വന്ന ഉമ്മ, നോമ്പ് പിടിച്ചിട്ടാണെങ്കിലും, രോഗം പിടിച്ച് കിടക്കുകയാണെങ്കിലും, പട്ടിണി കിടക്കുകയാണെങ്കിലും സ്വന്തം മക്കൾക്ക് പാല് കൊടുക്കുന്ന പെണ്ണ്. റസൂലുള്ള പറയുകയാണ്, 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ, 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ കുഞ്ഞിന് പാല് കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? 1000 ശുഹദാക്കളുടെ പ്രതിഫലമാ. തന്റെ കുഞ്ഞിന് ആരോഗ്യം കളഞ്ഞിട്ട് പാല് കൊടുക്കുന്ന പെങ്ങള്, ബദറിലും മുഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും പടച്ചവന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ. 1000 ശുഹദാക്കളുടെ പ്രതിഫലമാണ്. പടച്ചറപ്പേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഭർത്താവിന്റെ വസ്ത്രം കഴുകാൻ എന്റെ പെണ്ണിന് മടിയാ. ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുക്കാൻ, നിങ്ങളുടെ വിയർപ്പ് കഴുകാനല്ല എന്റെ ഉപ്പ എനിക്ക് ലക്ഷ്യങ്ങൾ എന്തെന്ന് കെട്ടിച്ചു വിട്ടത്, അതിന് വേണമെങ്കിൽ മറ്റുള്ളവളെ നോക്കണമെന്ന് പറയുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? നിന്റെ ഭർത്താവ് ധരിച്ചിരിക്കുന്ന 1 ജോഡി വസ്ത്രം, ഒരേ 1 ജോഡി വസ്ത്രം നീ കഴുകി കൊടുത്താൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കണോ? 100 പാവപ്പെട്ടവർക്ക് 1 നേരത്തെ ഭക്ഷണം കൊടുത്ത പ്രതിഫലം അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ ഭർത്താവിന്റെ 1 ജോഡി വസ്ത്രം കഴുകി കൊടുക്കുന്ന പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം 100 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലം കൊടുക്കും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാർക്ക് ഇത് വല്ല അറിയോ? നിങ്ങളുടെ ഭാര്യമാർക്ക് ഈ പ്രതിഫലം കിട്ടൂ? ഈ തുണി കഴുകുന്ന പ്രതിഫലം നിങ്ങളുടെ ഭാര്യമാർക്ക് കിട്ടുമോ? കിട്ടൂല. ഇൻഷാ അല്ലാഹ് ഒന്നും പറയണ്ട, കിട്ടൂല.
കാരണം ഓള് കഴിവുന്നില്ലല്ലോ, വാഷിംഗ് മെഷീനല്ലേ കഴിവുന്നേ, ഓക്കെന്ത് പ്രതിഫലം? സ്വിച്ചിട്ടതിൻ്റെ പ്രതിഫലം കിട്ടുമായിരിക്കില്ലേ? വാഷിംഗ് മെഷീൻ ഇട്ട് കഴിവെന്ന് നമുക്ക് എന്തോ പ്രതിഫലം, ഉണക്കി കൈ കിട്ടുക, അവർക്ക് എന്തോ പ്രതിഫലം? പാരി ഇടുക, കുറച്ച് പൊടി ഇടുക, അത്ര തന്നെ. ഇതൊക്കെ ഈ കല്ലിലിട്ട് കഴിവുന്ന പെണ്ണുങ്ങൾക്കായിരിക്കും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം കഴിച്ചിട്ടുള്ള ആണുങ്ങളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ, വേറെ പെണ്ണ് നോക്കാനൊന്നും അല്ല, പൊക്കിക്കോ ധൈര്യമായിട്ട്. ആ ഓക്കെ. ഭർത്താവിൻ്റെ തലയിൽ, നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിൽ നിങ്ങളുടെ ഭാര്യ എണ്ണ തേച്ച് തരുന്നുണ്ട്? ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടാന്ന് പൊക്കിക്കേ. തേക്കും. അപ്പുറത്തിരുന്ന് പറയാ, ഇങ്ങനെ അങ്ങേരുടെ കഷണ്ടി തേക്കാത്ത കുഴപ്പം കൂടെ ഉള്ളൂ, ഒന്നും കൂടെ കെട്ടാൻ നടക്കുക അല്ലേ, ഇനി എണ്ണ തേക്കാത്തതിൻ്റെ കുറവ്. തേക്കണം പെണ്ണ്. വിവാഹം കഴിഞ്ഞ് 1ാമത്തെ രാത്രി മാത്രമല്ല ഭർത്താവ്, മരിക്കുന്നതിൻ്റെ അന്നും നിന്റെ ഭർത്താവ് തന്നെയാണ്. 18ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 15ാമത്തെ വയസ്സിൽ നിനക്ക് ആ മനുഷ്യനോടുള്ള അതേ സ്നേഹം 50ാമത്തെ വയസ്സിൽ ഉണ്ടാകണമെങ്കിലേ നീ രക്ഷപ്പെടൂ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭർത്താവിൻ്റെ തലയിൽ എണ്ണ തേച്ച് കൊടുത്ത അള്ളാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? നിന്റെ മരണവേദന അള്ളാഹ് കുറച്ച് തരും. നിന്റെ മരണവേദന ഉണ്ടല്ലോ, ആ വേദന അള്ളാഹു നിനക്ക് കുറച്ച് തരും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭർത്താവിൻ്റെ മീശ വെട്ടിക്കൊടുക്കണം ഭാര്യ. എന്ത് വെട്ടിക്കൊടുക്കണം? ഭർത്താവിൻ്റെ മീശ. നീ ബംഗാളിയുടെ അടുത്തല്ലേ കൊണ്ടു കൊടുക്കണേ, എന്ത് വെട്ടാനില്ലേ? ഭർത്താവിൻ്റെ മീശ ഭാര്യ വെട്ടിക്കൊടുക്കണം. ഈ പണ്ട്, ഇപ്പോഴില്ലേ ബാർബർ ഷോപ്പൊക്കെ, പഴയ നമ്മുടെ വാപ്പയും ഉമ്മയൊക്കെ പണ്ട് ഒരു 10-20 കൊല്ലം മുമ്പ് ചിന്തിക്ക്, വെള്ളിയാഴ്ച 10 മണി 9 മണി ആകുമ്പോഴേ എഴുന്നേറ്റ് ഇരുന്ന് കൊടുക്കും. ഉമ്മയാ ഷേവ് ചെയ്തെടുക്കണേ, ഉമ്മയാ വീശ വെട്ടിക്കൊടുക്കണേ. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെണ്ണെ, നിനക്ക് സ്വർഗത്തിലെ വെള്ളം കുടിക്കാൻ പറ്റും, എടുത്ത് വെച്ച് വെട്ടിക്കൊട്. ഭർത്താവിൻ്റെ മീശ വെട്ടിക്കൊടുക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൈകുന്നേരം വീട്ടിലേക്ക് വന്ന് കിടന്നുറങ്ങാൻ വരുന്ന ഭർത്താവിന് കിടക്കാൻ ഒരു പുതപ്പ് വിരിച്ചു കൊടുത്ത ഈ പെണ്ണുങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കേൾക്കണോ? രാത്രി ഭർത്താവ് കിടന്നുറങ്ങാൻ വരുമ്പോൾ കിടക്കാൻ വേണ്ടി ഒരു പുതപ്പ് വിരിച്ചു കൊടുക്കുന്ന പെണ്ണിന് സുബഹി വരെ ഒരു മലക്ക് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതുവല്ല നമ്മുടെ ഭാര്യമാർക്കറിയോ? ഓക്കിങ്ങനെ ഗുണഗുണാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കാനേ അറിയൂ. എന്തിനും പരാതി. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് ജീവിതം. അതുകൊണ്ട് റസൂലുള്ള പറയുകയാ, 6 സ്വഭാവമുള്ള പെണ്ണുങ്ങൾ വീടിൻ്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവരാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1ാമത്തെ പെണ്ണ്, അടിയുണ്ടാക്കില്ലെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. കുഴപ്പമില്ലല്ലോ. അങ്ങാര് വന്നിട്ട് 2 തട്ടിലാക്കിയെന്ന് പറയരുത്. 1 നേരെ ഇരുന്ന് എല്ലാവരും 1. ഇതിലിപ്പോൾ പെണ്ണുങ്ങൾ നേരെ ഇരി മനുഷ്യന്മാരെ, എല്ലാവരും നേരെ ഇരി. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1ാമത്തെ ഭാര്യ, വീടിൻ്റെ നന്മ നഷ്ടപ്പെടുത്തുന്ന 1ാമത്തെ പെണ്ണ് രോഗം നടിക്കുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരാ? നല്ല നടിയാ, രോഗം നടിക്കുന്നവളാ. ഭർത്താവ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ എനിക്ക് തലവേദനയാണ്. എന്തു പറഞ്ഞാലും രോഗം നടിക്കുന്നവൾ, ഒരു രോഗവുമില്ല എന്നിട്ടും രോഗം നടിക്കുന്നവൾ വീടിൻ്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിങ്ങൾ എണ്ണിക്കോ, ഈ സ്വഭാവം നിങ്ങളുടെ ഭാര്യ കൊണ്ടോന്ന് മാത്രം കരുതിയാൽ മതി. ഉണ്ടെങ്കിൽ തിരുത്തുക. 2, ചെയ്ത നന്മകൾ എടുത്തു പറയുന്ന പെണ്ണ്. അപ്പോൾ ഒന്നും മറന്നിട്ടില്ല. വിവാഹം കഴിഞ്ഞ് 20 കൊല്ലമായി. ഇപ്പോഴും വഴക്കുണ്ടാകുമ്പോൾ പറയും, 30 പവനും 40 സെൻറ്റും ആയിട്ടാണ് ഞാൻ വന്നത്, വെറുതെ ഒന്നുമല്ല. നിങ്ങളുടെ പെങ്ങന്മാരെ കെട്ടിക്കാൻ നേരത്ത് എൻ്റെ കയ്യിൽ കിടന്നതൊക്കെയാണ് ഞാൻ ഊരിത്തന്നത്, ഓസിനല്ല ഊരിത്തന്നത്. നിങ്ങളുടെ വാപ്പയും ഉമ്മയും കിടന്നപ്പോൾ മൂത്രവും കാഷ്ടവും വാരി മരിക്കുവോളം നോക്കിയത് ഞാനാ, മറക്കരുത് എന്നിങ്ങനെ എടുത്തു പറയുന്നവൾ, ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവൾ വീടിൻ്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാ. അള്ളാഹു നമ്മുടെ പെങ്ങന്മാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുപ്പക്കാരി ചിരിക്കുന്ന ഇന്ന് കാണിച്ചു കൊടുക്കുക ഉസ്താദെ, ഓളെന്ന് കേട്ടോ. 3 ഭാര്യയും ഭർത്താവും കൂടെ വീടിൻ്റെ മുന്നിലിരിക്കുമ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ഐഷായും ഭർത്താവും കൂടെ ലുലുവിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാം. ആ സമയത്ത്
ഈ പെണ്ണ് ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുക, ഭർത്താവെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കണം. കണ്ടോ അവൻ്റെ ബോഡി കണ്ടോ, ഓ മനുഷ്യ കണ്ടോ, സൗന്ദര്യം കണ്ടോ. സ്വന്തം ഭർത്താവിനെ മുന്നിലിരുത്തിയിട്ട് മറ്റൊരുത്തൻ ആഗ്രഹിക്കുന്നവൾ വീടിൻ്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാ. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ചില പെണ്ണുങ്ങളുണ്ട്, ഭർത്താവിനെ നോക്കിയിട്ട് പറയും നിങ്ങൾ കൊള്ളൂല ഓനാന്ന്. ചില നട്ടലില്ലാത്ത ജന്തുക്കൾ അതും കേട്ടിട്ടിരുന്ന് ചിരിക്കാറുണ്ട്. അങ്ങനെ ചില ജന്തുക്കളുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, മൂന്നാമത്തെ പെണ്ണവള. 4, അവൾക്ക് വീട് നോക്കാൻ സമയമില്ല, മക്കളെ നോക്കാൻ സമയമില്ല, ഭക്ഷണം വെക്കാൻ സമയമില്ല. അവൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരുങ്ങി കെട്ടിയിരിക്കണം. എപ്പോഴും ഒരുങ്ങുന്ന പെണ്ണ്, അല്ലാഹുവേ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്ന പെണ്ണ്, അവൾ വീടിൻ്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാണെന്ന് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എഴുന്നള്ളത്തിന് നിൽക്കണ ആനയെ പോലെ എപ്പോഴും ഇങ്ങനെ നിൽക്കണം, പട്ടവൊക്കെ കെട്ടി ഒരുങ്ങണം. പെണ്ണ് ഒരുങ്ങണ്ട എന്ന് ഞാൻ പറയുന്നില്ല, ഒരുങ്ങേണ്ടത് ഭർത്താവിൻ്റെ മുന്നിൽ തന്നെ. പക്ഷെ എപ്പോഴും അതാണെങ്കിലും എപ്പോഴും ഇങ്ങനെ എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ടിപ്പ് ടോപ്പിൽ നിൽക്കുന്ന ഭാര്യ, അല്ലാഹു നമ്മുടെ പെങ്ങന്മാരെ കാക്കുമാറാകട്ടെ. 5-ാമത്തെ ഭാര്യ, ഭർത്താവിൻ്റെ കയ്യിൽ പൈസയുണ്ടോ ഇല്ലേ അവക്കതൊന്നും അറിയണ്ട. പാവപ്പെട്ടവൻ അധ്വാനിച്ചതെല്ലാം കൂടെ കൊണ്ട് ലുലു സെൻ്ററിൽ പോയി ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുത്തു. ഇനി വണ്ടിക്കൂലിക്ക് മാത്രമേ പൈസ ഉള്ളൂ. ഇറങ്ങുമ്പോഴാണ് അവിടെ ഒരു മാക്സി കിടക്കുന്നത്, അപ്പോഴും പറയും എനിക്ക് അതും വേണമെന്ന് പറഞ്ഞ് അടിയുണ്ടാക്കുന്നവർ. കാണുന്നതെല്ലാം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഭാര്യ, അവൾ നന്മ നഷ്ടപ്പെടുത്തുന്നവരാ. അല്ലാഹു കാക്കുമാറാകട്ടെ. 6-ാമത്തെ ഭാര്യ, ഭർത്താവ് ശാരീരിക ബന്ധത്തിന് വേണ്ടി വിളിച്ച അവൾ പറയും ഞാൻ കുടിച്ചിട്ടില്ല, എനിക്ക് രോഗവാ, എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് മാറിപ്പോകുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അഭിനയം നിർത്തുക, എന്നിട്ട് സ്നേഹിക്കാൻ പഠിക്കുക. അഭിനയം നിർത്തണം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നിട്ട് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി പറയുകയാണ്. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. പടച്ചവനെ, നമ്മുടെ കുടുംബം, നമ്മുടെ വീട് നന്മയുള്ള വീടാകണോ, സ്വർഗം പറഞ്ഞ വീടാകണോ. എൻ്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബമാവണോ. 2, അല്ലാഹുവിൻ്റെ ഖുർആനാ പറഞ്ഞു തരുന്നത്. അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു തരികയാ, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫികീൻ. പടച്ചവരെ, ഖുർആൻ പറഞ്ഞ വീടാകണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വേണ്ട 2-ാമത്തെ കാര്യം എന്തെന്നറിയുമോ? പടച്ചറപ്പിനെ പേടിയുള്ള ആണും പെണ്ണും വീട്ടിലുണ്ടാകണം. അല്ലാഹുവിനെ പേടിയാണ്, ഭർത്താവിനും അല്ലാഹുവിനെ പേടിയാ, ഭാര്യയ്ക്കും അല്ലാഹുവിനെ പേടിയാ. എൻ്റെ പ്രിയമുള്ളവരെ, പടച്ചറപ്പിനെ പേടിയുള്ള ഏത് ഭർത്താവായി സദസ്സിലുള്ളത്? ഏത് പെണ്ണിനാണ് അല്ലാഹുവിനെ പേടിയുള്ളത്? പടച്ചവനെ, പടച്ചറപ്പിനെ കുറിച്ച് നമുക്കൊന്നും ഓർമ്മയില്ലല്ലോ, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ലല്ലോ. പടച്ചറപ്പ് കാണുന്നു എന്നുള്ള ഓർമ്മ എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോയല്ലോ. എത്ര വഅദ് കേട്ടാൽ അല്ലാഹുവേ നരകമല്ല, ഖബറല്ല, പരലോകമല്ല, മഹ്ശറയല്ല, സിറാത്തല്ല, മീസാനല്ല, പടച്ചവനെ എന്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ലാതെ മാറിപ്പോകുമ്പോ, എൻ്റെ പ്രിയമുള്ള പെങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പടച്ചവരെ, നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇന്ന് അഭിനയമാണല്ലോ. പടച്ചറപ്പിനെ കുറിച്ചുള്ള ചിന്ത ഇന്ന് എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോയല്ലോ. പടച്ചറപ്പേ, ഇന്ന് തലമറയ്ക്കുന്ന എത്ര പെണ്ണുങ്ങളാ ഉള്ളത്. ഈ വഅലിന്റെ സദസ്സിൽ വന്നിരുന്നിട്ട് പോലും തലമറയ്ക്കാത്ത പെണ്ണുങ്ങളുണ്ടല്ലോ. രക്ഷപ്പെടുമോ മോളെ, രക്ഷപ്പെടുമോ മോളെ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹ്ദി ഫാത്തിമ ഒരു
ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിഞ്ഞ് മണിയറക്കകത്തേക്ക് കടന്നു ചെല്ലുകയാ. അലിയാര് തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് മണിയറക്കകത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോ അതാ ഫാത്തിമ ബീബി മണിയറക്കകത്തേക്ക് കടന്നു. വീടിനകത്ത് വെച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, അലിയാര് തങ്ങൾ പെട്ടെന്ന് അണച്ചു കളയുകയാ. വീടിനകത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കങ്ങ് അണച്ചു കളഞ്ഞപ്പോ വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നു. മണിയറക്കകത്ത് വല്ലാത്ത ഇരുളാ. അന്ന് ഫാത്തിമയുടെ ആദിരാത്രിയാ. കുറെ സമയം കഴിയുമ്പോ വസമിഅനാ സൗതൻ ഹനീനാ, ഒരു തേങ്ങിക്കരച്ചിൽ കേൾക്കുകയാ. ഒരു തേങ്ങിക്കരച്ചിൽ കേൾക്കുകയാ. അലിയാര് തങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോ പുതുമണവാട്ടി മണിയറക്കകത്തിരുന്ന് കരയുകയാണ്. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് അവിടെന്ന് പറയുന്നു, അലിയേ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ അലിയേ? നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമോ? നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമോ? പിന്നെ എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു, അലിയേ, ഇന്ന് ജീവിതത്തിന്റെ ഒന്നാമത്തെ രാത്രിയാണല്ലോ, ഇന്ന് ജീവിതം തുടങ്ങുകയാണല്ലോ. ഇന്ന് മണിയറക്കകത്തേക്ക് കടന്നു വന്നപ്പോ നിങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് പെട്ടെന്ന് അണച്ചപ്പോ ഈ റൂമിനകത്ത് വല്ലാത്ത ഇരുള് വന്നലിയേ. എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ? നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഒരാള് ഭൂമിയുടെ മുകളിലും ഒരാള് 6 അടി മണ്ണിനടിയില്. നമ്മൾ രണ്ടുപേരും പിരിയുന്ന ദിവസമുണ്ടല്ലോ അലിയേ. എന്നെ 6 അടി മണ്ണിനകത്ത് കൊണ്ടുവെക്കുന്ന ദിവസമുണ്ടല്ലോ. അന്ന് അതിനകത്ത് വല്ലാത്ത ഇരുളാടല്ലോ, അതിനകത്ത് വെളിച്ചമില്ലല്ലോ. അലിയാര് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. മണിയറക്കകത്തേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് പടച്ചുറപ്പേ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, അലിയേ, മണിയറയാക്കണ്ടതിതല്ല, മണിയറയാക്കണ്ടതിതല്ല അലിയേ, മണിയറയാക്കണ്ടത് മണ്ണറയാ. അതിനകത്താണ് രക്ഷപ്പെടേണ്ടത്. എന്റെ വാപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അവിടെയാ രക്ഷപ്പെടേണ്ടത്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി നമുക്ക് നിസ്കരിക്കാ, ഖുർആൻ ഓതാ. നമ്മുടെ ഖബറിന്റെ രാത്രി നമുക്ക് മണിയറയാക്കാൻ ഇന്ന് പടച്ചുറപ്പിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയാമെന്ന് പറഞ്ഞു പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പുതുമണവാട്ടിയായ ഫാത്തിമ ബീവി പറയുകയോ, അലിയേ, 6 അടി മണ്ണിനകത്ത് സ്വർഗത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടന്നുറങ്ങാൻ ആഗ്രഹമുണ്ടോ? കാലിന്റെ ഭാഗത്ത് പടച്ചറപ്പ് സ്വർഗം കാണിച്ചു തരണ്ട്. സുഗന്ധമടിച്ച് വീശുന്ന കബറാക്കുണ്ട്. കണ്ണെത്താ ദൂരത്തിലേക്ക് കബറ് വിശാലമാകുണ്ട്. ഉമ്മ കെട്ടിപ്പിടിക്കുന്നത് പോലെ സ്നേഹത്തോടെ കബറ് കെട്ടിപ്പിടിക്കണ്ട അലിയേ. അതുകൊണ്ട് ഇന്ന് നിസ്കരിക്കാമെന്ന് പറഞ്ഞു തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച ഭാര്യ തലമറയ്ക്കാ മടിക്കുന്ന പെണ്ണ്. പ്രായമായിട്ട് പോലും തലമറയ്ക്കാ മടിക്കുന്ന ഉമ്മ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ. അവിടെന്ന് പറയുന്നു, അലിയേ,
ഞാൻ മരിച്ചാ എന്നെ പകല് കൊണ്ടുപോയി കബറടക്കല്ല അലിയേ, എന്നെ രാത്രിയിലെ കബറടക്കാവൂ. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാ. അവിടെന്ന് ചോദിച്ചു, കാരണം എന്തേ ഫാത്തിമ? അവിടെന്ന് പറയുന്നു, അലിയാര് തങ്ങളെ, എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരു മനുഷ്യനെയും ഞാൻ കാണിച്ചിട്ടില്ല. എന്റെ പകലാട് കബറടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാകുമല്ലോ അലിയേ.